പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയശ്രീ രാധേ രാധേ. ഭഗവാൻ കൃഷ്ണനിലേക്ക് നമുക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഏതു തരം ഭക്തിയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? വാത്സല്യഭക്തി കൊണ്ടോ, ഗുരുഭക്തി കൊണ്ടോ, ദൈവഭക്തി കൊണ്ടോ ഭഗവാൻ കൃഷ്ണനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. മുകളിൽ പറഞ്ഞ ഭക്തിയെല്ലാം ഭഗവാൻ ഇഷ്ടമാണ്. പക്ഷേ ഭഗവാനിലേക്ക് നമ്മൾ ചെന്ന് ചേരണമെങ്കിൽ അതിനു വേണ്ടത് കൃഷ്ണപ്രേമമാണ്, പ്രേമഭക്തി. അതിന് മാധുര്യഭക്തി എന്ന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഈ പറഞ്ഞ മാധുര്യഭക്തി അഥവാ പ്രേമഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് കുചേലഭക്തി. കൃഷ്ണൻ്റെ ആത്മസുഹൃത്തായ സുധാമയാണ് കുചേലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുചേലൻ എന്ന് പറഞ്ഞാൽ കുബേരൻ്റെ വിപരീതമാണ് കുചേലൻ. കുബേരൻ പണക്കാരനും കുചേലൻ ദരിദ്രനുമാണ്. ആ ദരിദ്രാവസ്ഥ കൊണ്ടാണ് സുധാമാവിനെ കുചേലൻ എന്ന് അറിയപ്പെടുന്നത്. അത്രയ്ക്ക് ദരിദ്രനാണ്. കൈമുതലായുള്ളത് ഭഗവാനോടുള്ള സ്നേഹം മാത്രം. അതാണ് സുധാമയുടെ അല്ലെങ്കിൽ കുചേലൻ്റെ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഏത് ദാരിദ്ര്യാവസ്ഥയിലും കൃഷ്ണനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഭഗവാനോട് ഒന്നും ചോദിച്ചിട്ടില്ല. ഒടുവിൽ ദാരിദ്ര്യം സഹിക്കവയ്യാതെ അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തെ അവിൽപ്പൊതി കൊടുത്ത് കൃഷ്ണനെ കാണാൻ പറഞ്ഞയക്കുകയാണ്. നമ്മുടെ ഈ അവസ്ഥ ഒന്ന് ധരിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട്, ഭഗവാനെ ധരിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട്. അത് അദ്ദേഹം സ്വന്തം ഇഷ്ടത്താൽ ഭഗവാനെ കാണാൻ വന്നതല്ല എന്നുള്ളതാണ് സത്യം. കാരണം അദ്ദേഹത്തിന് ഭഗവാന്റെ സ്നേഹം മതി, ഭഗവാനോടുള്ള ഭക്തി മതി. അത് മാത്രമാണ് അദ്ദേഹം എല്ലാ പ്രാർത്ഥനയിലും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിച്ച് ആവശ്യപ്പെടുന്നത് അത് മാത്രമാണ്. അല്ലാതെ എനിക്ക് കുറേ ധനം വേണമെന്ന്, എൻ്റെ ദാരിദ്ര്യം മാറ്റിത്തരണമെന്നോ അദ്ദേഹം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം സത്സംഗങ്ങളിൽ പോയി പ്രാർത്ഥനാ പരിപാടികളിൽ പങ്കെടുക്കും. അറിയാവുന്നത് ഭക്തർക്ക് പറഞ്ഞു കൊടുക്കും. അത്രയും കഷ്ടപ്പെട്ട് എല്ലും തോലുമായി അത്രയും ഒരു അവശതയിലും ഭഗവാനോട് അദ്ദേഹം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് കുചേലൻ്റെ ഭക്തി എന്ന് പറയുന്നത്. എന്നിട്ട് ദ്വാരകയിൽ വന്ന് ഭഗവാനെ കണ്ടിട്ടോ അദ്ദേഹം ഈ അവിൽപ്പൊതി കൃഷ്ണന് കൊടുത്തില്ല. അതിന് പലരും എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് എന്താ, വളരെയേറെ മുഷിഞ്ഞ ഒരു തുണിയിലാണ് ഈ അവല് പൊതിഞ്ഞ് കൊണ്ടുവന്നിരുന്നത് സുധാമാവ്. ആ മുഷിഞ്ഞ വസ്ത്രത്തിൽ പൊതിഞ്ഞ അവല് ഭഗവാന് കൊടുക്കാനുള്ള മടി കാരണം സുധാമ അത് മറച്ചു പിടിക്കുകയായിരുന്നു എന്നാണ് പലയിടത്തും വായിച്ചിട്ടുള്ളത്. പക്ഷെ അത് വളരെ തെറ്റാണ്. അവരൊക്കെ ബ്രാഹ്മിൺസാണ്. ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ ബ്രാഹ്മണനല്ലേ അദ്ദേഹം. വളരെ വൃത്തിയുള്ള ഒരു വെള്ള തുണിയിൽ തന്നെയായിരുന്നു അദ്ദേഹം അവില് പൊതിഞ്ഞു കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അദ്ദേഹം അത് കൃഷ്ണന് കൊടുക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അത് ഭഗവാന് അദ്ദേഹം ഒരു ഉപഹാരം കൊടുത്താൽ തിരിച്ച് ഭഗവാൻ അദ്ദേഹത്തിനൊരു ഉപഹാരം കൊടുക്കും. അങ്ങനെ തിരിച്ചുള്ളൊരു ഉപഹാരം അദ്ദേഹം വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ അവിൽപ്പൊതി മറച്ചു പിടിച്ചത്. പക്ഷേ നമ്മുടെ കണ്ണന് വല്ലതും മറയ്ക്കാൻ പറ്റുമോ? എല്ലാം അറിയുന്ന ഭഗവാനല്ലേ. എല്ലാം അറിയുന്ന കണ്ണൻ ആ അവിൽപ്പൊതി അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചു വാങ്ങി ഭക്ഷിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ടോ തിരിച്ചു കൊടുത്ത ഉപഹാരമോ അദ്ദേഹത്തിന് പോലും അറിയില്ല. ആ ഉപഹാരം എന്താണ് കിട്ടിയതെന്ന് നമ്മുടെ സുധാമാവ് അതായത് കുചേലൻ അറിയുന്നത് എപ്പോഴാണ്? തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ്. കാരണം വീട് നിന്നിരുന്നിടത്ത് കൊട്ടാര സമാനമായ ഒരു ബംഗ്ലാവായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു. ഇത് സ്ഥലം മാറിപ്പോയോ, ഞാൻ തെറ്റിയാണോ വന്നത്, ഈശ്വര എന്ന് പറഞ്ഞ് കൃഷ്ണനെ തന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി വന്ന് അദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് ഇവിടെ എന്തെല്ലാം മറിമായങ്ങൾ നടന്ന, ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെ ഇവിടെ വന്ന് ഭവിച്ചു എന്നറിയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭക്തിക്കുള്ള
സമ്മാനമായാണ് ഭഗവാൻ അദ്ദേഹത്തെ എടുത്ത് ഉയർത്തിയത്. അതാണ് കുചേല ഭക്തിയുടെ പ്രസക്തി എന്ന് പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ കുചേലനെ പോലെ ഇങ്ങനെ പട്ടിണി കിടന്ന് ഭഗവാന് വേണ്ടി 24 മണിക്കൂറും ഭഗവാന്റെ നാമജപവും സ്മരണയായിട്ട് മാത്രം ജീവിച്ചു പോന്ന ഒരു മഹാനുഭാവനാണ് കുചേലൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കുചേലനെ പോലെ ആവാൻ ശ്രമിക്കുക. കുചേലനോളം പോകുന്ന ഭക്തി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിലേക്ക് എത്തിപ്പെടുക. മാധുര്യഭക്തി അഥവാ പ്രേമഭക്തിയിലേക്ക് എത്തി കൃഷ്ണപാദങ്ങളിലേക്ക് എല്ലാവരും ചെന്ന് ചേരുക എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സംഭാഷണം ഇവിടെ നിർത്തുകയാണ്. ഏവർക്കും നന്മകൾ നേരുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയശ്രീ രാധേ രാധേ.